ഹായ്, ഞാൻ അദീബ്. നത്തിങ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന് നത്തിങ് ഫോൺ 1 എന്നുള്ളൊരു പുതിയ ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോഴും പല ആളുകൾക്കും നത്തിങ് എന്നുള്ള കമ്പനീനെ കുറിച്ച് വലിയ ധാരണയില്ല. ഫസ്റ്റ് ഈ ഒരു കമ്പനിയെ കുറിച്ച് ഒന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. എല്ലാവർക്കും OnePlus എന്നുള്ള കമ്പനിയെ കുറിച്ച് അറിയാം. ഈ OnePlus സ്റ്റാർട്ട് ചെയ്തത് 2 പേര് ചേർന്നാണ്, പീറ്റ്ലോ ആൻഡ് കാൾപേ. OnePlus എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓപ്പോയുടെ ഒരു അൺഒഫീഷ്യൽ സബ് ബ്രാൻഡായിട്ടാണ് OnePlus വന്നത്. OnePlus ലോഞ്ച് ചെയ്ത ഫോൺസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഓപ്പോയുടെ ഫോണ് റീഡിസൈൻ ചെയ്തിട്ടാണ് OnePlus ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. OnePlusൻ്റെ എല്ലാ ഫോൺസും എടുത്ത് നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ഓപ്പോ ഫോണ് റീഡിസൈൻ ചെയ്തിട്ടാണ് OnePlus ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് OnePlus എന്നുള്ള ബ്രാൻഡ് ഓപ്പോ ഒഫീഷ്യലായിട്ട് അവരുടെ സബ് ബ്രാൻഡായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പോ OnePlus രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫോൺസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കാൾപേ OnePlusൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നത്തിങ് എന്നുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ നത്തിങ് എന്നുള്ള കമ്പനിയിൽ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സും സെലിബ്രിറ്റീസും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നത്തിങ് എന്നുള്ള ബ്രാൻഡിൽ നിന്ന് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് TWS ഇയർഫോൺസ് ആണ്. നത്തിങ് ഇയർ 1 എന്നുള്ള പേരിലായിരുന്നു അവരുടെ ഫസ്റ്റ് ട്രൂ വയർലെസ് ഇയർഫോൺ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം അവർ ലോഞ്ച് ചെയ്യുന്ന സെക്കൻഡ് പ്രൊഡക്റ്റാണ് ഈ നത്തിങ് ഫോൺ 1 എന്നുള്ള ഈ ഒരു ഫോൺ. ഈ ഫോൺ ജൂലൈ 12-നാണ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത്. നല്ല ഹൈപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ഫോൺ നത്തിങ് എന്നുള്ള ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ പ്രീ ബുക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ OnePlus സ്റ്റാർട്ടിങ്, അതായത് OnePlus 1 ലോഞ്ച് ചെയ്ത സമയത്ത് ഇൻവൈറ്റ് ബേസിലായിരുന്നു ഫോൺസ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേ ഒരു മെത്തേഡായിരുന്നു കാൾപേ ഈ നത്തിങ് ഫോൺ 1ൻ്റെ സെയിലും കാണിച്ചത്. ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഇൻവൈറ്റ് കോഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോൺ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയിലായിരുന്നു നത്തിങ് എന്നുള്ള ബ്രാൻഡ് കൊണ്ടുവന്നത്. അങ്ങനെ ഞാനും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഇൻവൈറ്റ് കോഡിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ രജിസ്റ്റർ ചെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. ആ രജിസ്റ്റർ കോഡ് വെച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി 2000 രൂപ കൊടുത്ത് ഞാൻ ഈ ഫോൺ പ്രീ ബുക്ക് ചെയ്തു. പ്രീ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം, അതായത് 1-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രീ ബുക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഫ്ലിപ്കാർട്ടിൽ കയറി ആർക്കും വേണമെങ്കിലും ഈ ഒരു ഫോൺ പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നത്തിങ് തുറന്നു കൊടുത്തു. ഇങ്ങനെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇൻവൈറ്റ് കോഡ് ബേസിൽ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മെത്തേഡ് അവർ കൊണ്ടുവന്നതെന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇൻവൈറ്റ് വഴി ഫോൺസ് പ്രീ ബുക്ക് ചെയ്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവർ എക്സ്പെക്റ്റ് ചെയ്ത അത്ര ബുക്കിംഗ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പ്രീ ബുക്കിംഗ് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ജൂലൈ 12-ാം തീയതിയായിരുന്നു ഈ ഫോണിൻ്റെ ലോഞ്ച്. ഞാൻ ആൾറെഡി ഈ ഒരു ഫോൺ 2000 രൂപ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അന്ന് തന്നെ ഈ ഒരു ഫോണ് ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷെ അതിനൊരു ഉപകാരം ഇല്ല എന്ന് വേണം പറയാം. കാരണം 12-ാം തീയതി ഓർഡർ ചെയ്ത ഫോണ് എനിക്ക് കയ്യിൽ ഡെലിവർ ആവുന്നത് 22-ാം തീയതിയാണ്. ഫൈനലി ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു അൺബോക്സിങ് ആദ്യം കാണാം. ഇതാണ് നത്തിങ് ഫോൺ 1 വരുന്ന ബോക്സ്. ഈ ബോക്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ OnePlusൻ്റെ നെക്ക് ബാൻഡിൻ്റെ ബോക്സ് പോലത്തെ ഒരു ബോക്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ തിക്നെസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ബോക്സിൻ്റെ അകത്ത് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ IMEയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേരിയൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 8GB 128GB ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. പിന്നെ ഈ ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ നത്തിങ് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് കാഞ്ചീപുരത്താണ് ഈ ഒരു ഫോണ് മാനുഫാക്ചർ ചെയ്യുന്നത്. തമിഴ്നാടുള്ള കാഞ്ചീപുരത്ത് നിന്ന് ഫോൺ എത്താനായിട്ട് ഏകദേശം 10 ദിവസമാണ് എനിക്കായത്. മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തു നിന്നല്ല ഫോൺസ് എല്ലാം ഷിപ്പ് ചെയ്യുന്നത്, അത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു പ്രീ അപ്ലൈഡ് ഫിലിം പ്രൊട്ടക്ടറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ബോക്സിൽ നോക്കുകയാണെങ്കിൽ Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഈ കേബിൾ Type-C to Type-C കേബിളാണ്. ഇത് സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറൻറ്റി കാർഡാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിം ഇജക്ടർ ടൂൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു സിം ട്രേ നമ്മൾ ടേബിളിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി എല്ലാ ബ്രാൻഡ്സും സിം ഇജക്ടർ ടൂൾസ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുക്കുന്നത്. അത് വളരെ വളരെ
യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങൾ സിഗ്നേച്ചർ ടൂളിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ ക്യാരി ചെയ്യാൻ കഴിയും. ഒന്നുകിൽ നമ്മുടെ ഫോൺ കേസിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ടൂൾ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാവിയുടെ ആ റിങ്ങിൽ നമുക്ക് കൊളുത്തിടാൻ വേണ്ടി സാധിക്കും. നത്തിങ് കൊടുത്തിട്ടുള്ള സിഗ്നേച്ചർ പിന്നിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇതേപോലെ തന്നെ അവർ അവരുടെ ഫോണിലും യൂസ്ലെസ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ഡിസൈനിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ലൈറ്റ് എഫക്റ്റ് ആണ്. ഈ ലൈറ്റ് എഫക്റ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ ഇല്ലേ, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ് ഡിസൈനിൽ വരുന്ന ഫസ്റ്റത്തെ സ്മാർട്ട് ഫോൺ ആണോ നത്തിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. Mi 8, Mi 10 Ultra എന്നുള്ള ഫോൺസിൽ ഷവോമി ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്കും പിന്നെ ഒരു വൈറ്റ് കളർ വേരിയൻറ്റും. വൈറ്റ് കളർ വേരിയൻ്റാണ് നത്തിങ് ഫോൺ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ദിവസം ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ വേരിയൻറ്റ് മാത്രമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ബ്ലാക്ക് കളർ വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നത്തിങ് വൈറ്റ് കളർ വേരിയൻ്റാണ് എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോട്ട് ചെയ്തത്. അപ്പം വൈറ്റ് കളർ വേരിയൻറ്റ് വാങ്ങി അൺബോക്സ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്രിഫറൻസ്. പക്ഷേ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വാങ്ങേണ്ടി വന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളർ വേരിയൻറ്റിനെക്കാട്ടിലും ബ്ലാക്ക് കളർ വേരിയൻ്റാണ് കുറച്ചും കൂടെ കാണാൻ രസമുള്ളത്. കാരണം ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള LED ലൈറ്റ്സിൻ്റെ ആ ഒരു എഫക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ വേരിയൻറ്റിൽ നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. വൈറ്റ് കളർ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളും വൈറ്റ് ആണ്. അതിൻ്റെ കൂടെ വൈറ്റ് LED കത്തുന്ന സമയത്ത് അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നൂല. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന LED സ്ട്രിപ്സ് വൈറ്റ് കളറിലാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ നമ്മുടെ അടുത്ത് വെച്ച് കാണുന്ന സമയത്ത് ഈ LED സ്ട്രിപ്പിൻ്റെ 2 സൈഡിലായിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺഈവൻ ആയിട്ട് ഈ ഒരു LED ലൈറ്റ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ LED സ്ട്രിപ്പിൻ്റെ 2 സൈഡിലായിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡ് അവർ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ അടുത്തായിട്ട് തന്നെ ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ വരുന്ന ഗ്ലിഫ് ലൈറ്റ് നമുക്ക് ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമെങ്കിൽ ഓണാക്കി വെക്കാം. ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് iPhone 12ൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് എഡിഷനാണ് നത്തിങ് ഫോൺ 1 എന്നുള്ള റൂമേഴ്സൊക്കെ ഒരുപാട് വന്നിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 12 ആണ്. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നത്തിങ് ഫോൺ പർച്ചേസ് ചെയ്തത്. ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് വരെ iPhone 12ൻ്റെ ഏകദേശം സൈസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫോൺ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് iPhone 12നെക്കാട്ടിലും വലിയ സൈസാണ് ഈ ഒരു ഫോൺ. iPhone 12 Pro Max ഇല്ലേ, ഏകദേശം ആ ഒരു സൈസാണ് ഈ ഫോണിനുള്ളത്. ഈ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോഴും iPhone 12 Pro Max നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ എക്സാക്ട്ലി ഒരു ആൻഡ്രോയിഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ ഈ ഒരു ഫോണിനെ പറയാം. നത്തിങ്ങിൻ്റെ ഈ ഒരു ഫോൺ മാത്രമല്ല ഐഫോണിൻ്റെ ഡിസൈൻ കോപ്പി അടിച്ച് ഇറക്കിയിട്ടുള്ളത്. ഓപ്പോയിലും റിയൽമിയിലും വിവോയിലും എല്ലാം ഈ ഒരു ബോക്സി ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 193 ഗ്രാം ആണ് വരുന്നത്. ഫോൺ ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു വെയിറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവിനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇതൊരു ഡുവൽ നാനോ കാർഡ് സ്ലോട്ടാണ്. പിന്നെ ഒരു പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഈ ഫോണിൻ്റെ താഴെയുള്ള സ്പീക്കറിനെ അപേക്ഷിച്ച് ഫോണിൻ്റെ മേലുള്ള ഇയർ പീസിൽ നിന്ന് വരുന്ന സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇത് നമ്മൾ നോർമൽ യൂസിൽ അത്ര വേരിയേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ സൗണ്ട് വേരിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അധിക ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സിൽ സൗണ്ട് വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ചും കൂടി പ്രീമിയം സ്മാർട്ട് ഫോൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തമ്മിൽ സൗണ്ട് വേരിയേഷൻ ഉള്ളത് നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 12 ആണ്. ആ ഒരു ഫോണിൽ ഫോൺ കോൾസ് നമ്മൾ ചെവിയിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട നമ്മൾ ഫേസ് കെട്ടി എങ്ങനെ ലൗഡ് സ്പീക്കർ ഓണായി കഴിഞ്ഞാൽ വളരെ ലൗഡായിട്ടുള്ള സൗണ്ട് നമ്മുടെ ചെവിയിലോട്ട് കുത്തിക്കയറും. ആ ഒരു ഇറിറ്റേഷൻ പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ ഈ ഒരു ഫോണിൽ IP53 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.
കൊടുത്തിട്ടുള്ളത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കോർണിംഗ് ഗോറില്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ വേർഷൻ എത്ര എന്നുള്ളത് നത്തിങ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ലീക്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കോർണിംഗ് ഗോറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതിൽ 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10 ബിറ്റ് കളർ ഡെപ്ത് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ HDR10+ സപ്പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻസും ഇല്ല. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് ചെറിയ പോരായ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വളരെ കുറവാണ്. ഇൻഡോറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം വരെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ തിരിച്ചാണ്. ബ്രൈറ്റ്നസ് വളരെ കുറവാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ചുറ്റുള്ള ബോർഡർ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 778G+ പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു 5G പ്രോസസ്സറാണ്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന 5G ബാൻഡ്സിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് ബാൻഡ്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. Adreno 642L GPU ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ LPDDR5 റാം ടൈപ്പാണ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ LPDDR5 റാം ടൈപ്പ് വരുന്ന ഫോൺസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നത്തിങ് ഇവിടെ കൊടുത്തത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ ഗ്രേഡ് പോലെ തോന്നുമെങ്കിലും പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഇഷ്യൂവും ഈ ഫോണിലില്ല. പിന്നെ സോഫ്റ്റ്വെയർസിൽ ചെറിയ ചെറിയ ബഗ്സ് ഒക്കെ ഉണ്ട്. അത് അവർ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ നത്തിങ് OS ആണ് ഇതിൽ വരുന്നത്. Android 12 ആണ് ഈ ഫോണിൽ റൺ ആവുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3 ഇയറിൻ്റെ ആൻഡ്രോയിഡ് സപ്പോർട്ട് നൽകുന്നതാണ്. പിന്നെ 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റും നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവറി 2 മന്ത് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.2 ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 4500 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ചാർജർ ബോക്സിൻ്റെ കൂടെ ഇല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് ചാർജർ മേടിക്കേണ്ടി വരും. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ ചാർജർ 45 വാട്ടിൻ്റെ ആണ്. പക്ഷേ ഈ ഒരു ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബ്രാൻഡ്സും അങ്ങനെ കൊടുക്കാറില്ല. ഈ ഒരു വയർലെസ് ചാർജിങ് ഉള്ള ഫീച്ചർ എല്ലാവരും യൂസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അധികം ആരും ഉപയോഗിക്കാറില്ല വയർലെസ് ചാർജിങ്. ഈ ഒരു ഫോണിൽ വയർലെസ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ കോസ്റ്റും ഈ ഫോണിൻ്റെ പ്രൈസിൽ ആഡഡ് ആണ്. പിന്നെ ഇതിൽ 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന ക്യാമറ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ 3 ക്യാമറ 4 ക്യാമറ ഒക്കെയാണ് വരുന്നത്. അത് യൂസ്ലെസ് ആയിട്ടുള്ള 2 മെഗാ ഡെപ്ത് സെൻസർ, 2 മെഗാ മാക്രോ ലെൻസ് എന്നിവയാണ് വരാറ്. പക്ഷേ നത്തിങ് ഇവിടെ 2 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ ഒരു മെയിൻ ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണിയുടെ IMX766 സെൻസറാണ്. f1.8 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ്ങിൻ്റെ GN1 സെൻസറാണ്. f2.2 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. 140 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സാംസങ്ങിൻ്റെ IMX471 സെൻസറാണ് ഇതിൽ വരുന്നത്. f2.4 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത്. ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 1080p വീഡിയോസ് 30 ഫ്രെയിം/സെക്കൻഡിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഫോണിൻ്റെ റിയർ ക്യാമറ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം/സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ 1080p വീഡിയോസ് 60 ഫ്രെയിം/സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ആൾറെഡി വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു ഫോണിൻ്റെ ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ ഫോണിൽ നിന്ന് എടുത്ത കുറേ ക്യാമറ സാമ്പിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിൽ എടുത്ത് പറയേണ്ടതാണ് ഈ ഫോണിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഫോണിൽ 3 മൈക്രോഫോൺസാണ് വരുന്നത്. ഒന്ന് ഫോണിൻ്റെ മേലെ, ഒന്ന് ഫോണിൻ്റെ താഴെ, പിന്നെ റിയർ ക്യാമറയുടെ അടുത്തായിട്ട് ഒരു മൈക്ക് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 3 മൈക്സാണ് വരുന്നത്. ഈ ഫോണിൽ നിന്ന് എടുക്കുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ റെക്കോർഡിംഗ് ആപ്സിൽ നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് മോഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ ടോട്ടലായിട്ട് 3 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 8GB 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 31,999 രൂപയാണ്. 8GB 256GB വേരിയൻറ്റിന് 34,999 രൂപയും 12GB 256GB വേരിയൻറ്റിന് 37,999 രൂപയുമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വർത്താണോ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ വർത്താണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതും റിയൽ ആയിട്ടുള്ള വർത്താണോ ചോദിക്കുകയാണെങ്കിൽ അല്ല. ഞാൻ ഈ അടുത്തായിട്ട് OnePlus Nord C2 എന്നുള്ളൊരു ഫോൺ വാങ്ങിയിരുന്നു. 25,000 രൂപ കൊടുത്തിട്ടാണ് ആ ഫോൺ വാങ്ങിയത്. ആ ഫോണിൻ്റെ കൂടെ എനിക്ക് ഫോൺ കേസും തന്നു, പിന്നെ 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കിട്ടിയിട്ടുണ്ട്. 1,500 രൂപയാണ് നത്തിങ്ങിൻ്റെ ഒറിജിനൽ ചാർജറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഫോൺ കേസ്, അതായത് നത്തിങ്ങിൻ്റെ തന്നെ ഒറിജിനൽ കേസും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിനും ഏകദേശം 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ 2,500 രൂപയായി ഈ രണ്ടും കൂടിയിട്ട്, ചാർജറും കേസിനും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു ആക്സസറീസിൻ്റെ പ്രൈസും ഈ ഫോണിൻ്റെ പ്രൈസും ആഡ് ചെയ്തിട്ട് വേണം ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഫോണിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 34,500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത് 8GB 128GB വേരിയൻ്റ് ആണ്. ഇതിൽ കിട്ടുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് കോൾക്കം സ്നാപ്ഡ്രാഗൺ 778G+ പ്രൊസസ്സറാണ്. ഇതേ പ്രൊസസ്സറിൽ ചാർജറും ഫോൺ കേസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ഫോൺസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 30,000 പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് എടുത്താൽ മതി. അത് പറയാനുള്ള കാരണം ഫോണിൻ്റെ പ്രൈസ് തന്നെയാണ്. അത്രക്ക് പൈസ ചിലവാക്കി വാങ്ങാനുള്ള മുതലൊന്നും ഈ ഫോണിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഫോണിൻ്റെ പ്രൈസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഈ ഫോണിലുള്ള വയർലെസ് ചാർജിങ്, പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ലൈറ്റ്, ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് ഇത്രക്ക് കൂടാൻ കാരണം. പിന്നെ നിങ്ങൾ വാങ്ങുന്നത് ഈ ഫോണിൻ്റെ ഡിസൈൻ ഒന്ന് എടുത്ത് കാണിക്കാനാണ്, ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ലൈറ്റ് കാണിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഐഫോൺ നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ റിംഗ് ടൂൺ എല്ലാവർക്കും അറിയാം. പിന്നെ ഐഫോണിൻ്റെ ആ ഒരു ബ്രാൻഡ് ലോഗോ എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും. ഈ ഫോൺ ഞാൻ ഏകദേശം ഒരു ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലൈറ്റ് ആരും ശ്രദ്ധിക്കുന്നില്ല, അതാണ് സത്യം. നമ്മൾ എടുത്ത് കാണിക്കണം, അതായത് ഈ ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ് എത്തുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.